Hi guys, welcome back to my channel. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോയ വരട്ടിയത്, നമ്മുടെ ബീഫ് വരട്ടിയത് മാതിരി തന്നെ സോയ വെച്ചിട്ട്, വെജിറ്റേറിയൻ ആണ് സോയ. സോ വെജിറ്റേറിയൻസിനും കഴിക്കാൻ പറ്റുന്നതാണ്. അതേ ആ ഒരു മീറ്റിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ. സോയ വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ നാടൻ ഡിഷസിന് വെളിച്ചെണ്ണയാണ് എപ്പോഴും ടേസ്റ്റ് കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1.5 കപ്പ് വേവിച്ച് വെച്ച സോയ, വലിയ സോയയാണ്, അപ്പോൾ ഒന്നിനെ ഞാൻ 4 കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു നുള്ള ഉപ്പ്, എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. സോ ഒരു 2-3 മിനിറ്റ് ആവും റോസ്റ്റ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആ ഒരു മസാല ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മീറ്റ് മസാല 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മീറ്റ് മസാലയാണ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ വേഗം തന്നെ പോയി കണ്ടോളൂ, എന്നിട്ട് ഉണ്ടാക്കി വെച്ചോളൂ. ഇത് നമുക്ക് ഒരുപാട് റെസിപ്പീസിന് യൂസ് ചെയ്യാം. ഇത് അഥവാ മീറ്റ് മസാലയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഗരം മസാല യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് വീണ്ടും അതേ പാൻ തന്നെ വെച്ചു. ഞാൻ വേറെ പാനൊന്നും എടുക്കാൻ നിന്നില്ല, നമുക്കെല്ലാം ഒരു പാനിൽ തന്നെ ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ ചൂടായി, ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടുക് നന്നായി പൊട്ടിയ ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ തേങ്ങാക്കൊത്തില്ല, അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ചെറുതാക്കി എടുത്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് റോസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. നമ്മൾ സാധാരണ ബീഫ് വരട്ടിയതിലൊക്കെ തേങ്ങാക്കൊത്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്തില്ലാത്തതുകൊണ്ട് തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആവും. അതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ കുഞ്ഞായി അരിഞ്ഞ ഇഞ്ചി, അതേമാതിരി തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും, രണ്ടും പൊടിയായിട്ട് അരിഞ്ഞാണ് കേട്ടോ, രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഒരു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്, അതിൻ്റെ ആ പച്ചമണമൊക്കെ പോവാൻ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് സവാള നല്ല സോഫ്റ്റായിട്ട് വരണം, ഒരു ലൈറ്റ് പിങ്ക് നിറമായിട്ടും അതേമാതിരി ചെറുതായിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടും വരണം. അപ്പോൾ അതുവരെ ഒരു 5-6 മിനിറ്റ് ആവും. മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, നന്നായിട്ട് പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോളും. ഓക്കെ, അപ്പം നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് ആവുന്നവരെ മിക്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. വീണ്ടും ഇളക്കി കൊടുക്കുക. കണ്ടോ, നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്, നല്ല പിങ്ക് കളറും ഉണ്ട്. ഇതിലേക്ക് ഞാൻ ഈ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഏകദേശം 1 ടീസ്പൂൺ മുളക് പൊടി, നമുക്ക് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല കളർ കിട്ടും കേട്ടോ. അപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്, കാശ്മീരിയും എരിവുള്ളതും കൂടെ. അപ്പോൾ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. വീട്ടിലെങ്ങനെയാണ് മല്ലി പൊടിക്കേണ്ടതെന്നുള്ള വീഡിയോയും ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. അപ്പോൾ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേമാതിരി ലാസ്റ്റ് നമുക്ക് ഏകദേശം 1 ടീസ്പൂണോളം നമ്മുടെ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ അതില്ലെങ്കിൽ മീറ്റ് മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഗരം മസാല ആയാലും മതി. ഓക്കെ, എന്നിട്ട് എല്ലാ പൊടികളും ആ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു മിനിറ്റോളം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി നമുക്കൊന്ന് നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഒരുപാട് പാൻ എങ്ങാനും ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വേവും, സവാളയും എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, നന്നായിട്ടെല്ലാം വെന്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച സോയ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 3-4 മിനിറ്റ് എടുക്കും നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാനാണെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ, ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഹൈ ആക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനതിലേക്ക് എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒരു 1/4 ടീസ്പൂൺ കൂടെ മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതേമാതിരി കുറച്ചുകൂടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ടേസ്റ്റിനനുസരിച്ച് കേട്ടോ, ആ ഒരു ഫ്ലേവറും ടേസ്റ്റിനും അനുസരിച്ച്. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കൂടെ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോയ വരട്ടിയത് അല്ലെങ്കിൽ സോയ റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. സോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വെജിറ്റേറിയൻസിനും നോൺ വെജുകാർക്കും ഒക്കെ കഴിക്കാം. സോ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.